ആക്ഷൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു ജോണറാണ്. കാരണം ഞാനിത് തിരിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള സിനിമ സ്പടികമാണ്. എനിക്കറിയില്ല എത്ര തവണ ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്. എല്ലാ വീക്കെൻഡും പോവും, എടുത്തോണ്ടിരുന്ന കാസറ്റ് സ്പടികമായിരിക്കും. പക്ഷെ അതിലെ ഒരു ആക്ഷൻ സീക്വൻസുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഈ മുരളി എന്ന് പറയുന്ന കഥാപാത്രം ഒരു നാണയത്തിന്റെ രണ്ട് സൈഡ് പോലെയാണ്. അയാള് ഒരു ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട്, അയാൾക്കൊരു പ്രണയമുണ്ട്, കുട്ടികളോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. കാരണം ആ ഗാങ്ങില് ഒരു ലൈഫ് മുന്നോട്ട് വേറെ രീതിയിൽ കൊണ്ടുപോകണം ആഗ്രഹിക്കുന്ന ഒരാൾ മുരളിയാണ്. സോഷ്യൽ മീഡിയ മുഴുവനായിട്ടും ഇന്റൻസേട്ടൻ ദേവമോഹൻ തുന്നി തന്ന ഷർട്ടിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനതിങ്ങനെ ഒരു നിധി പോലെ എടുത്തു വെച്ചിട്ടുണ്ട്. കോവിഡിന്റെ സമയത്ത് ചേട്ടനൊരു മാസ്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഞങ്ങളുടെ സംസാരത്തിൽ വന്നു. അങ്ങനെയാണ് ഞാൻ സൈഡിൽ കോളേജ് ചോദിച്ചത്. എനിക്കറിയില്ല അത് എവിടെ നിന്ന് ഡിസ്കോനെ പറ്റി പറഞ്ഞു തുടങ്ങണമെന്ന്. കാരണം അത് അത്രയും വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയ. ഐ മീൻ ഞാൻ പറയുന്ന കഥാപരമായിട്ടല്ല, ഞാൻ അതിലേക്ക് വന്ന പ്രോസസ്സും അത് സംഭവിച്ച രീതി എല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതി. പക്ഷെ ബ്രോ ചോദിച്ച രീതിയിൽ ഡിസ്കോയിൽ എനിക്ക് ഏറ്റവും തോന്നിയത് ഏറ്റവും മൈൻഡ് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഡിസ്കോ. കാരണം സ്ക്രിപ്റ്റ് ആർക്കും അറിയില്ല. ഡിസ്കോനെ സംബന്ധിച്ചിടത്തോളം ഒരു എല്ലാ സീനിലും 10-12 ആൾക്കാരുണ്ട്. അപ്പൊ ഈ 12 പേരെ ഫ്രീ ഒന്ന് കൊറിയോ സെറ്റ് ചെയ്ത് വരുമ്പോ തന്നെ കുറച്ച് സമയം എടുക്കും. ക്യാമറ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദം ഉണ്ടല്ലോ, ആ ഒരു സ്പെസിഫിക് ശബ്ദമായിരുന്നു ആദ്യമൊക്കെ ദേവമോഹന് ഫോട്ടോഷൂട്ട്സിനും അല്ലെങ്കിൽ ഫാഷൻ മോഡലൊക്കെ ആവാനുള്ള ഒരു ഇൻസ്പിറേഷൻ. സിനിമയിലേക്ക് വന്നപ്പോൾ ഒരു കഥാപാത്രമായി ജീവിക്കുന്നതിലേക്ക് കിക്കൊക്കെ കിട്ടി തുടങ്ങി. സൂഫിക്ക് ശേഷം ദേവമോഹന്റെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന കഥാപാത്രവും സിനിമയുമാണ് അനന്തൻകാട്. അനന്തൻകാടിനെ പറ്റി സംസാരിക്കാൻ ദേവമോഹൻ ചേരുന്നു. നമസ്കാരം. നമസ്കാരം. കുറെ കാലത്തിന് ശേഷം ദേവമോഹനെ വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് റോ ആയിട്ട് കാണാൻ പറ്റി. അതിന് മുമ്പ് ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടി ഒരു പോപ്പുലർ ചോയ്സിലേക്ക് അല്ലെങ്കിൽ ഒരു പോപ്പുലർ വ്യൂവിങ്ങിലേക്ക് അനന്തൻകാട് എത്തി എന്നുള്ളതാണ്. ആക്ഷൻ ചെയ്യാൻ ഒരു വല്ലാത്ത കൊതിയുണ്ടായിരുന്നു. ആക്ഷൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു ജോണറാണ്. കാരണം ഞാനിത് തിരിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള സിനിമ സ്പടികമാണ്. എനിക്കറിയില്ല എത്ര തവണ ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്. എല്ലാ വീക്കെൻഡും പോവും, എടുത്തോണ്ടിരുന്ന കാസറ്റ് സ്പടികമായിരിക്കും. പക്ഷെ അതിലെ ഒരു ആക്ഷൻ സീക്വൻസുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് എവിടെ ആക്ഷനോട് പണ്ട് മുതലേ താല്പര്യമുണ്ട്. അച്ഛനും ആക്ഷൻ സിനിമകൾ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോ അങ്ങനെയൊക്കെ ആയിരിക്കാം എനിക്ക് ആക്ഷനോട് ഒരു താല്പര്യം നന്നായിട്ടുണ്ട് ആക്ഷൻ സിനിമ. ഇതിനകത്ത് ഇപ്പൊ ആക്ഷൻ കൊറിയോഗ്രഫി കൂടി കൊണ്ടാണല്ലോ ഈ സിനിമ മൂവ് ചെയ്യുന്നത്. അങ്ങനത്തെ സിനിമകളുണ്ട്. ഇപ്പൊ കൈദി അല്ലെങ്കിൽ ആളവന്താൻ, ഇപ്പൊ മലയാളത്തിലെ RDX ഒക്കെ ഇടി നടക്കുന്നത് കൊണ്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഇവിടെ അങ്ങനെയാണല്ലോ, ഓരോ കോൺസിക്വൻസിന്റെ ഉണ്ടാവുമ്പോഴാണ് ഒരു ആക്ഷൻ സെറ്റ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് തന്നെ ഒരു ഫൈറ്റ് സീക്വൻസിലോ അല്ലെങ്കിൽ ഒരു ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള സീക്വൻസിലോ തന്നെ അഭിനയിക്കാനുള്ള സാധ്യത കൂടി ഇതിനകത്ത് ഉണ്ടായിരുന്നു, ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നു. ഫോർ ഇൻസ്റ്റൻസ് ഇതിനകത്ത് ഒരു സീൻ ഉണ്ട്, ഒരു അതിന്റെ മൊത്തം പറഞ്ഞ സ്പോയിലർ ആയിപ്പോ ഒരു പെൺകുട്ടിയായിട്ടുള്ള സീനാണ്. അപ്പൊ ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തണം. അത് കഴിഞ്ഞിട്ട് ആ കുട്ടിയെ നൈസായിട്ടൊന്ന് പാസിഫൈ ചെയ്തും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പൊ അങ്ങനത്തെ ലേയേഴ്സ് ഒക്കെ റൈറ്റിംഗിൽ വരുന്നതാണോ? ദേവമോഹൻ അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് ഇംപ്രൂവൈസ് ചെയ്യുന്നുണ്ടോ? അല്ലാതെ എനിക്ക് അതിന്റെ എല്ലാ ക്രെഡിറ്റും മുരളിച്ചേട്ടനുള്ളതാണ്, റൈറ്റർക്ക്. കാരണം മുരളിച്ചേട്ടൻ എന്നോട് ആദ്യം തന്നെ നരേഷനിൽ പറഞ്ഞു, ഈ മുരളി എന്ന് പറയുന്ന കഥാപാത്രം ഒരു നാണയത്തിന്റെ രണ്ട് സൈഡ് പോലെയാണ്. അയാള് ഒരു ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട്, അയാൾക്കൊരു പ്രണയമുണ്ട്, കുട്ടികളോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. കാരണം ആ ഗാങ്ങില് ഒരു ലൈഫ് മുന്നോട്ട് വേറെ രീതിയിൽ കൊണ്ടുപോകണം ആഗ്രഹിക്കുന്ന ഒരാൾ മുരളിയാണ്. അയാൾക്കൊരു ജോലിയുണ്ട്, കാറ്ററിംഗ് സർവീസ് ഉണ്ട്. പക്ഷെ വയലൻസിലേക്ക് പോകുന്ന സമയത്ത് അയാൾ അതിന്റെ പീക്കിലേക്ക് പോകും. അപ്പോ അങ്ങനെ ഫ്ലിപ്പ് ആവുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ ആ കുട്ടിയുടെ സീക്വൻസ് പറഞ്ഞതിൽ ഒരു കത്തി വെക്കുന്നുണ്ടെങ്കിലും ഇയാൾ മനഃപൂർവ്വം ഒരു ഗ്യാപ്പ് എടുക്കുന്നുണ്ട്. കാരണം ജാക്സൺ അതില്ല. അതാണ് ഈ രണ്ട് ക്യാരക്ടേഴ്സിന്റെയും വലിയ ഡിഫറൻസ്. അപ്പൊ അത് കഴിഞ്ഞു പോകുമ്പോ ഈ കുട്ടിയോട് പറയുന്നുണ്ട് കുഴപ്പമില്ല, കാരണം ഇയാൾക്ക് ഒരിക്കലും ആ കുട്ടിയോട് പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല. പക്ഷെ അവിടെയുള്ള ഇമോഷൻ മൊത്തം വേറൊരു കാര്യമാണല്ലോ. അപ്പോ അത് ചേട്ടൻ എൻ്റെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, ആ മൊമെന്റ് കഴിയുമ്പോ എന്താണ് മുരളി എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് അവിടെ വേണം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെയാണ് ആ ഒരു മൊമെന്റിലേക്ക്. ഇപ്പൊ സോഷ്യൽ മീഡിയ മുഴുവനായിട്ടും ഇന്റൻസേട്ടൻ ദേവമോഹൻ തുന്നി തന്ന ഷർട്ടിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്റൻസേട്ടൻ അവിടെ ഭയങ്കര ട്രൂ ടു ലൈഫ് അല്ലെങ്കിൽ ട്രൂ ടു സിനിമ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ആ ഷർട്ട് ഇപ്പൊ എവിടെയുണ്ട്? ആ ഷർട്ട് എന്റെ കയ്യിലുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ പറഞ്ഞ പോലെ അതൊരു സ്പെഷ്യൽ ഒക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞാനതിങ്ങനെ ഒരു നിധി പോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോ നേരത്തെ പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ആലോചിക്കായിരുന്നു, ഇന്ദ്രൻ ചേട്ടൻ അധികം കാരോനിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല.
ചേട്ടൻ അങ്ങനെ ക്യാരവനിൽ ഇരിക്കില്ല, ഭയങ്കര തണുപ്പാണ് എന്ന് പറയും. ചേട്ടൻ മേക്കപ്പ് ചെയ്യാനോ ഡ്രസ്സ് മാറാനോ വന്നു കഴിഞ്ഞാൽ പിന്നെ മിക്കവാറും കോസ്റ്റ്യൂമറുടെ ഒരു ഏരിയ ഉണ്ടാവില്ല, ഒരു ടെന്റ് അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ട്, അവരുടെ ഒരു മെഷീൻ അവിടെ തൈക്കിൽ നടക്കുന്നുണ്ടായിരിക്കും, ബാക്കി കോസ്റ്റ്യൂമുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും, മിക്കവാറും ചേട്ടൻ അവിടെ ഉണ്ടായിരിക്കും. എല്ലാ കോസ്റ്റ്യൂമേഴ്സായിട്ടും ചേട്ടൻ ഭയങ്കര കമ്പനിയാണ്. അപ്പൊ ഞാൻ മിക്കവാറും വരുന്ന സമയത്തോ അല്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോഴൊക്കെ ചേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്, അവിടെ ഒരു കസേര ഇട്ട് അവരോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്ഥിരമായിട്ട് കാണാറ്. ഇപ്പൊ ഞാൻ ചേട്ടനോട് ആദ്യം ചെയ്യുന്ന സിനിമയല്ല, ഇതിനു മുമ്പ് സിനിമ വർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോഴും ചേട്ടൻ ഇതുപോലെ തന്നെയാണ്. പിന്നെ ഓർമ്മയുണ്ടോന്ന് അറിയില്ല, കോവിഡിന്റെ സമയത്ത് ചേട്ടൻ ഒരു മാസ്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഞങ്ങളുടെ സംസാരത്തിൽ വന്നു. അങ്ങനെയാണ് ഞാൻ സൈഡിൽ കൂടെ ചോദിച്ചത്. അങ്ങനെ അത് സ്പടികത്തിന്റെ കോസ്റ്റ്യൂം ഡിസൈനർ അതെ അതെ, ഞങ്ങള് സ്പടികത്തിന്റെ കാര്യം കുറെ സംസാരിക്കാറുണ്ട്. സ്പടികത്തിനുണ്ടായിരുന്ന കാരണം സ്പടിക എത്ര പ്രാവശ്യം കണ്ടിട്ടുള്ളതുകൊണ്ട്. മറ്റേ തോമാച്ചായന്റെ ഇടി എന്ന് പറഞ്ഞിട്ടുള്ള ഡയലോഗ് ഭയങ്കര രസമായിരുന്നു. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ചിട്ടുള്ള സ്പടികത്തിൽ ഇന്ദ്രൻ ചേട്ടനെ കണ്ടിട്ടാ. അപ്പൊ ചേട്ടനൊരു ഇടി കിട്ടുമ്പോ മറ്റേ ത്രാസിൽ പോയി വീഴും. അപ്പൊ അതിലൊരു ഇൻസിഡന്റ് ചേട്ടൻ എന്നോട് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാല്, അതില് ചേട്ടൻ മറ്റേ ഈ പൂക്കോയി ഇടിച്ചിട്ട് ചീത്ത പറഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ചാടുന്ന ഒരു സീക്വൻസ് ഉണ്ടല്ലോ. അപ്പൊ ചേട്ടൻ പറയാണ് അത് കായലിന്റെ നടുക്കാണ് ഈ വഞ്ചി കൊണ്ട് നിർത്തിയിട്ടുള്ളത്, കാരണം ക്യാമറ തിരിക്കുമ്പോ എവിടെയും കാണാതിരിക്കാൻ വേണ്ടി, കര കാണാതിരിക്കാൻ വേണ്ടിട്ട്. ചേട്ടന് നീന്താൻ അറിയില്ല അത് ചാടുന്ന സമയത്ത്, അതൊരു നടുഭാഗത്താണ് ലിറ്ററലി ചാടുന്നത്. അപ്പോ ചേട്ടൻ വിചാരിച്ചു അറ്റത്ത് വന്നിരുന്ന് ഇങ്ങനെ അങ്ങോട്ട് വീഴാമെന്ന് വിചാരിച്ചു. അപ്പൊ പറഞ്ഞു അങ്ങനെ വീണ് കഴിഞ്ഞാൽ അവിടെ പ്രൊപ്പല്ലർ ഉണ്ട്, അതുമ്മ തട്ടാനുള്ള സാധ്യതയുണ്ട്, നന്നായിട്ട് അങ്ങോട്ട് ചാടിയാലേ അപ്പുറത്തേക്ക് പോവുള്ളൂ. ചേട്ടന് നീന്താൻ അറിയില്ല. അപ്പൊ പറഞ്ഞു ചാടിക്കോ, അപ്പുറത്തേക്ക് ആൾക്കാർ വന്ന് രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടൻ ഇതേപോലെ ഒറ്റ ഇതിൽ അങ്ങ് ചാടി കഴിഞ്ഞിട്ട് താഴേക്ക് വന്ന് പെട്ടെന്നൊന്നും ആരും വരുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ടാണ് ആൾക്കാർ, നമ്മൾ പുള്ളി ഞാൻ കുറെ വെള്ളം കുടിച്ചു, കുറെ സ്ട്രഗിൾ ചെയ്തിട്ട് അപ്പഴത്തേക്ക് ആരോ വന്ന് എന്നെ പിടിച്ചു പൊക്കി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ആ ഇതൊക്കെ അതിനെ പറ്റിയൊക്കെ സംസാരിക്കാറുണ്ട്. അത് ഇപ്പൊ പറയുമ്പോൾ നമുക്ക് പേടിയാ, പക്ഷെ ആ ഒരു മൊമെന്റിൽ പോയി നിൽക്കുമ്പോൾ നമ്മളത് ചെയ്തു പോകും മിക്കവാറും. നമ്മളത് ആ ട്രസ്റ്റ് ചെയ്യണല്ലോ. നമുക്കറിയാം ആരെങ്കിലും നമ്മളെ ഒന്ന് രക്ഷിക്കുന്നുള്ളതിൽ നമ്മൾ ചെയ്യായിരിക്കും. ഈ അളവെടുത്തു എന്ന് പറഞ്ഞല്ലോ അദ്ദേഹം, ഈ അളവെടുത്തോണ്ടിരിക്കുന്ന സമയത്ത് എന്താ മനസ്സിലേക്ക് കടന്നു പോയിക്കൊണ്ടിരുന്നത് ആ മൊമെന്റ് ഓർമ്മയുണ്ടോ? അല്ല, അത് ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അന്നത്തെ കാലത്ത് റെഡിമെയ്ഡ് എന്നൊരു ഓപ്ഷൻ ഇല്ല, എല്ലാം അളവെടുത്ത് തയ്ക്കുക. അപ്പൊ ഇത്രയും ദിവസങ്ങൾക്ക് മുമ്പ് അപ്പൊ ഞാൻ അതൊക്കെ ചോദിക്കും, എങ്ങനെയാണ് അന്ന് ചെയ്തിരുന്നത് പറയും. അപ്പൊ ഓരോരുത്തർക്കും ഓരോ പാറ്റേൺ ഉണ്ടായിരിക്കും. അപ്പോ അതിനുള്ള തുണികൾ എടുത്ത് അളവെടുത്ത് കൃത്യമായിട്ട് ഇത്രയും ദിവസങ്ങൾക്ക് മുമ്പേ തയ്ച്ചു തുടങ്ങും. അപ്പോഴാണ് ഒരു ഷർട്ട് തയ്ക്കാൻ എത്ര സമയം എടുക്കുന്നത്. അല്ല, അന്ന് പറഞ്ഞു അതൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ഒരു 1.5 മണിക്കൂർ കൊണ്ടൊക്കെ അവര് ഈസി ആയിട്ട് തയ്ച്ചു തീർക്കും എന്ന് പറഞ്ഞു. കാരണം അത്ര ഫാസ്റ്റ് ആണല്ലോ തയ്ച്ചു തീർക്കും എന്നൊക്കെ. അപ്പൊ പറഞ്ഞു വന്നപ്പോ ചേട്ടന് ഇത് എത്രയോ പ്രാവശ്യം ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ തന്നെ കോസ്റ്റ്യൂമിൽ ആളെ വിളിക്കുന്നു, പുള്ളി ഒരു ടേപ്പ് കൊണ്ടുവരുന്നു, ചേട്ടൻ ഇങ്ങനെ വയ്ക്കുന്നു, അപ്പൊ തന്നെ ആ കോസ്റ്റ്യൂം ടേപ്പ് കൊണ്ടുവന്ന ചേട്ടൻ അത് എഴുതുന്നു. അങ്ങനെ അതൊക്കെ ഒരു ഭയങ്കര ഈസി പരിപാടിയായിട്ട് ഇങ്ങനെ. എന്താ ഷർട്ടിന്റെ കളർ? ഒരു വൈറ്റ് ഫുൾ സ്ലീവ്, വൈറ്റ് ലിനൻ. വൈറ്റ് ലിനൻ ഫുൾ സ്ലീവ്. ഫുൾ സ്ലീവ്. ഡിസ്കോ കൂടി ഉണ്ടല്ലോ ഇനി അടുത്ത് റിലീസ് ആയിട്ട്. ഇപ്പം ചെമ്പൻ സ്കൂളിലേക്ക് പോകുമ്പോൾ അവരുടെ ഒരു കൈൻഡ് ഓഫ് ഫിലിം മേക്കിംഗ്, അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ക്യാരക്ടറിന് കൊടുക്കുന്ന ഡീറ്റെയിലിംഗ്, സബ് പ്ലോട്ടുകൾ, ഫണ്ണ്, വയലൻസ്, ഇതിനൊക്കെ വേറെ തന്നെ ഒരു ടേക്കിലാണ് ചെമ്പൻ ഉല്ലാസ് ടീം പാഞ്ചകൾ കോക്കാനിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഡിസ്കോ എന്ത് രീതിയിലുള്ള ഒരു ഔട്ട്പുട്ടാ തന്നിട്ടുള്ളത്? ഡിസ്കോ ഞാൻ അങ്ങനെ ഒരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടില്ല ഇതുവരെ. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഡിസ്കോ. 85 ദിവസം ഷൂട്ട് ചെയ്ത സിനിമയാണ് കണ്ടിന്യൂസ് ആയിട്ട്. എനിക്കറിയില്ല അത് എവിടെ നിന്ന് ഡിസ്കോനെ പറ്റി പറഞ്ഞു തുടങ്ങണമെന്ന്, കാരണം അത് അത്രയും വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയ. ഐ മീൻ ഞാൻ പറയുന്ന കഥാപരമായിട്ടല്ല, ഞാൻ അതിലേക്ക് വന്ന പ്രോസസ്സും അത് സംഭവിച്ച രീതി എല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതി. പക്ഷെ ബ്രോ ചോദിച്ച രീതിയിൽ ഡിസ്കോയിൽ എനിക്ക് ഏറ്റവും തോന്നിയത് ഏറ്റവും മൈൻഡ് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഡിസ്കോ. കാരണം സ്ക്രിപ്റ്റ് ആർക്കും അറിയില്ല, ആർക്കും സ്ക്രിപ്റ്റ് അറിയില്ല. നമ്മൾ രാവിലെ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്നാണെന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല, നമുക്ക് ഡയലോഗ്സ് ഇല്ല. ആ മൊമെന്റിൽ ഇപ്പൊ നമ്മളിങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ അപ്പൊ ചേട്ടൻ അങ്ങോട്ട് പറയും, എടാ നീ നിന്റെ ഡയറക്ടർ ഇതുപോലെ നീ ഇത് പറയാം, അത് പറഞ്ഞു നോക്കും. ശരി, അല്ല നീ ഒരു കാര്യം ചെയ്യും, നീ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ മതി, അത്രയും പറയണ്ട. അവിടെ വെച്ചിട്ടാണ് ഒരു 90% ഓഫ് ദ സിനിമ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓഫ് കോഴ്സ് അവരുടെ കയ്യിൽ അതിന്റെ സ്ക്രിപ്റ്റും എന്താണ് ആ സീനിൽ കൺവേ ചെയ്യേണ്ട കാര്യം എന്ന് ഓർക്കുന്നുണ്ട്, പക്ഷെ സ്ക്രിപ്റ്റിലെ സെയിം ഡയലോഗ് ഒന്നും ഒരിക്കലും ഫോളോ ചെയ്തിട്ടില്ല. എല്ലാം ആ മൊമെന്റിൽ നിൽക്കുകയാണ്. അപ്പൊ നമ്മള് ഡിസ്കോനെ സംബന്ധിച്ചിടത്തോളം ഒരു എല്ലാ സീനിലും
10-12 ആൾക്കാരുണ്ട്. അപ്പൊ ഈ 12 പേരെ ഒന്ന് കൊറിയോ സെറ്റ് ചെയ്ത് വരുമ്പോ തന്നെ കുറച്ച് സമയം എടുക്കും. ഓക്കെ ഓക്കെ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആർക്കും അറിയില്ല ആർക്കാണ് ഡയലോഗ് ഉള്ളത് ആർക്കാണ് ഡയലോഗ് ഇല്ലാത്തത് നമുക്ക് ആർക്കും അറിയില്ല. അത് ചിലപ്പോ എനിക്ക് തന്ന ഡയലോഗ് വേറെ ആൾക്ക് പോവാം, വേറെ ആൾക്ക് തന്ന ഡയലോഗ് എനിക്ക് വരാം. ഇതൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുക. എനിക്കതിൽ തോന്നിയ ഏറ്റവും വലിയ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ എത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ആ മൊമെന്റിൽ പ്രസന്റ് ആവാൻ പറ്റും അത്രയും നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അല്ലാതെ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് വന്ന് ഡയലോഗ്സ് പഠിച്ച് ക്ലാരിറ്റി ആയിട്ട് വന്ന് അയാൾ പറഞ്ഞ അങ്ങനത്തെ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആ മൊമെന്റിൽ എത്രയും പ്രസന്റ് ആയി നിൽക്കുക, അത്രയും പ്രസന്റ് ആവുക. എന്താണ് ആ ഡയലോഗ്, ചിലപ്പോൾ 2 മിനിറ്റ് മുമ്പായിരിക്കും ആ ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരിക്കുക, അത് പറയുക, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. പൊതുവേ നമ്മളൊരു സിനിമ കഴിഞ്ഞാൽ എനിക്ക് അതിലത്തെ ഡയലോഗ്സ് ഓർമ്മയുണ്ടാവും. കാരണം നമ്മൾ ഒരു 10 പ്രാവശ്യം വായിക്കുമ്പോൾ അത് നമുക്ക് കയറുമല്ലോ. ഡിസ്കോയിൽ എനിക്ക് അങ്ങനെ ഓർമ്മയില്ല, കാരണം എല്ലാം അപ്പ സംഭവിച്ചിട്ടുള്ള ഡയലോഗ്സ് ആണ്. ചെമ്പൻ വിനോദ് റൈറ്റർ എങ്ങനെയുണ്ട്? ലൈക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു സീനിൽ കൺവേ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണെങ്കിൽ അതിലേക്ക് തുടങ്ങുന്ന രീതി, ആ കാര്യം കൺവേ ചെയ്യുന്ന രീതി, അത് എക്സിറ്റ് ചെയ്യുന്ന രീതി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചേട്ടന്റെ ഒരു സിഗ്നേച്ചർ അതിലുണ്ട്. അപ്പൊ നമ്മൾ അങ്കമാലി കാണുകയാണെങ്കിലും നമുക്കത് മനസ്സിലാവും. ഞാൻ ഡിസ്കോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഓഫ് ഡേയിൽ ഞാൻ പോയിട്ട് അങ്കമാലി ഒന്നും കൂടെ റീവിസിറ്റ് ചെയ്തു. അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോഴും നമുക്ക് ആ മനസ്സിലാവും എങ്ങനെയാണ് ഒരു സീനിലേക്ക് എൻട്രി ചെയ്യുന്ന എത്ര രസമായിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഇതാണ്, പക്ഷെ അത് മാത്രം പറയാം, അതിന് മുമ്പ് പറയുന്ന കാര്യം അത് കഴിഞ്ഞ് പറയുന്ന കാര്യം എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കാം, അല്ലെങ്കിൽ ആ സീൻ എങ്ങനെ ആളുകൾക്ക് ഹൈ കൊടുക്കാം എന്നുള്ള ഭയങ്കര ക്ലാരിറ്റി ഉള്ളൊരു റൈറ്ററാണ് ചേട്ടൻ. ഈ തെലുങ്ക്, തമിഴ്, കന്നഡ ആ ഒരു ഏരിയയും കൂടി ഉണ്ടല്ലോ. അപ്പൊ അവിടെ നിന്നുള്ള വിളികളെ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള സിനിമകളെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ദേവ് എങ്ങനെയാ മനസ്സിലാക്കുന്നത്? അല്ല, ഇതില് എനിക്ക് കോൾസ് വരുന്നുണ്ട്. പക്ഷെ ഇതിനു മുമ്പ് 2-3 സിനിമ ചെയ്തിട്ട് എന്റെ കുറെ സമയം അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ മലയാളത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു. അപ്പൊ ഇനി എനിക്ക് ആ ഒരു സ്പേസിലേക്ക് ഇനി പോകാൻ ബുദ്ധിമുട്ടാണ്, കാരണം സമയം. കാരണം ഇനി എനിക്ക് മലയാളത്തിൽ ബാക്ക് ടു ബാക്ക് സിനിമ ചെയ്യണം എന്നാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ അനന്തങ്കാട് ആണെങ്കിലും ഒരു വെബ് സീരീസ് വരാനിരിക്കുന്നുണ്ട്, മനു അശോകൻ ഡയറക്ട് ചെയ്തത്, ഐസ് എന്ന് പറയുന്നത്. പിന്നെ ഡിസ്കോ വരുന്നുണ്ട്. അപ്പോ ഇനി ഓഫ് കോഴ്സ് നല്ല ഓപ്പർച്യൂണിറ്റി വന്നാൽ ചെയ്യില്ല എന്നല്ല, പക്ഷെ എന്നാലും ഞാൻ കുറച്ച് സമയത്തിന്റെ കാര്യത്തിൽ ഞാൻ അവരോടൊന്ന് പറയും. കാരണം എനിക്ക് ഇത്ര സമയം തരാൻ പറ്റുള്ളൂ, അതിനുള്ളിൽ തീരുന്ന സിനിമകൾ എന്നുള്ള രീതിയിലേക്ക് ഞാനൊന്ന് ചിന്തിക്കേണ്ടി വരും. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് കുറെ സമയം മാറി നിൽക്കേണ്ടി വരും. അങ്ങനെ എൻ്റെ ഒരു 2-2.5 വർഷം പോയി. അപ്പൊ ഇനി അത് എനിക്ക് അഫോർഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ സിനിമകൾ വേണ്ട രീതിയിൽ വിജയമാവാത്തത്, അല്ലെങ്കിൽ അതിനൊരു ക്രിട്ടിക്കൽ അക്ലെയിം ഒന്നും കിട്ടാത്തത്, അപ്പൊ അത് മാറ്റി വെച്ചാലും ഇപ്പൊ 12 ആണെങ്കിലും അല്ലെങ്കിൽ ഈ സൂഫി ആണെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ വാലാട്ടി ആണെങ്കിലും ഫോർ ഇൻസ്റ്റൻസ്, ആളുകൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു രീതിയിലും ഈ പറഞ്ഞ തെലുങ്ക് ആ വലിയ സിനിമ അത് ദേവ് ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ള രീതിയിൽ ആളുകൾ അഭിപ്രായം പറയാറുണ്ട് പലപ്പോഴും. കാരണം ദേവിനെ ഫിസിക്കലി അത് ഓക്കെയാണ്, അതല്ലാതെ ചിലപ്പോൾ ദേവിന്റെ ഒരു അഭിനയത്തിലേക്കോ അല്ലെങ്കിൽ ദേവിന്റെ ഒരു ഫിലിമോഗ്രാഫിയിലേക്ക് അതൊരു വലിയൊരു പ്രൊഡക്ഷൻ ഹൗസിന്റെ ആഡ് ഓൺ എന്നുള്ളതല്ലാതെ ദേവ് എന്തിനത് ചെയ്തു എന്നൊക്കെ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. പലപ്പോഴും സിനിമയുടെ ഒരു ഔട്ട് കാണുമ്പോൾ ദേവിന് അതിൽ എപ്പോഴെങ്കിലും ഒരു ഇല്ല, എനിക്ക് ഒരിക്കലും റിഗ്രറ്റ് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് സൂഫിയും സേവയും കഴിഞ്ഞ ആദ്യം വരുന്ന കോള് ശാകുന്തളത്തിൽ നിന്നാണ്. അപ്പൊ എന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കുക, ഞാൻ ഒരു സിനിമ കഴിഞ്ഞിരിക്കുന്ന ഒരു ആക്ടർക്ക് ഒരു വലിയൊരു ഇൻഡസ്ട്രിയാണ് തെലുഗു സിനിമ. അവരുടെ ഫിലിം മേക്കിങ്ങും ആക്ടിങ് രീതികളുമായിട്ട് നമുക്ക് യോജിച്ചു പോകാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. പക്ഷെ ഓരോ ഇൻഡസ്ട്രിയും ഓരോ രീതിയിലാണ് വർക്ക് ചെയ്യുക. നമ്മുടെയാണ് ശരി അല്ലെങ്കിൽ അവരുടെയാണ് ശരി അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അവിടുത്തെ ഓഡിയൻസിന് വേണ്ട രീതിയിലാണ് അവർ വർക്ക് ചെയ്യുക. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഡയറക്ടറുടെ ഒരു കോള് വരുന്നു, വലിയൊരു പ്രൊഡക്ഷൻ ഹൗസ്, വലിയൊരു ഹീറോയിൻ, അങ്ങനത്തെ ഒരു ടീമിലേക്ക് എന്നെ ഒരു ക്യാരക്ടർ ചെയ്യാൻ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഹീറോ ആയിട്ട് വിളിക്കുമ്പോൾ ഞാൻ എന്തില് നോ പറയും എന്നുള്ള കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിരുന്നു ഇനീഷ്യലി. അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാത്രമേ ഞാൻ അന്നും ഇന്നും കണ്ടിട്ടുള്ളൂ. ഇപ്പൊ എനിക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഇടയിൽ ഒരു സംസാരമുണ്ട്, ആ ഇൻഡസ്ട്രി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നെങ്കിലും എനിക്ക് പറയാൻ പറ്റുന്നുണ്ട് ഇപ്പോ. അല്ലെങ്കിൽ അല്ലാതെ സമന്തയുടെ നായകനാവാം ആ ഹൈയിൽ പോയതൊന്നും അല്ല, ഒരിക്കലും അല്ല. ഞാൻ അങ്ങനെ ഒരിക്കലും, ഓഫ് കോഴ്സ് എനിക്ക് കുറെ ആൾക്കാരോട് അഭിനയിക്കണമെന്നുണ്ട്, അതില്ല എന്നല്ല പറയുന്നത്. എനിക്ക് എന്തെങ്കിലും പുതിയത് പഠിക്കാനോ പുതിയത് മനസ്സിലാക്കാനോ കഴിയുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ പോവാറുള്ളൂ. അപ്പൊ പുതിയൊരു ഇൻഡസ്ട്രിയാണ്, പുതിയൊരു ലാംഗ്വേജ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് ഒരാളെ അവിടെ അറിയില്ല, പുതിയ ലാംഗ്വേജ്, ഇവർ പറഞ്ഞ ഒന്നും എനിക്ക് മനസ്സിലാവില്ല. ഇത്രയും ദിവസം അവിടെ സ്പെൻഡ് ചെയ്യണം, ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് ആണ്, ഇത്രയും റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ബോഡി അതിനുവേണ്ടി ബിൽഡ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കണം, ഹോഴ്സ് റൈഡിങ് പഠിക്കണം, സ്വാട്ട് ഫൈറ്റ് പഠിക്കണം, കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ഓപ്പർച്യൂണിറ്റി ആയിട്ടേ കണ്ടുള്ളൂ.
ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. കോഴ്സ് അപ്പോൾ ഇപ്പൊ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇപ്പൊ എനിക്കറിയാം എങ്ങനെയാണ് തെലുങ്ക് ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നത്, അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതും ഒരു ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമാണല്ലോ. ഇപ്പൊ ഈ പരാക്രമത്തിലൊപ്പം ഉണ്ടായിരുന്ന ജോമോൻ ഇന്ന് വിമിദാസിന്റെ ഡയറക്ടോറിയൽ ഒരു പടം ചെയ്യാണ്. അത് പൃഥ്വിരാജ് ചെയ്യേണ്ട വേഷമാണ് അദ്ദേഹം സന്തോഷ് ട്രോഫിയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു ഗ്രാഫ് വളർന്നൊരു വിധവും കൊണ്ടില്ല. ഇപ്പൊ വാഴയിൽ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ സീനിനൊക്കെ വലിയ കയ്യടി ഉണ്ടാവുന്നു, അദ്ദേഹത്തിന്റെ ഒരു ഫാൻ ഫോളോയിങ് ഉണ്ടാവുന്നു. ഡെഫിനറ്റ്ലി സന്തോഷ് ട്രോഫിക്ക് ശേഷം അവിടെ ഒരു മാറ്റം ഉണ്ടാവും അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹം ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ആ വിവിധാസ് അങ്ങനത്തെ ഒരു ഫ്രണ്ട്സ് ഹു മേക്ക് സിനിമ ഗാങ്ങിൽ ചെന്ന് പെട്ടിരിക്കുകയാണ്. ദേവൻ എപ്പോഴാണ് അങ്ങനെ ഒരു സെറ്റ് ഓഫ് ആളുകളെ ഉണ്ടാക്കുന്നത്? ഞാൻ നേരത്തെ ചോദിച്ച അതേ ഏരിയയിലേക്ക് വരികയാണ്. അല്ല, ഉണ്ടാക്കി കഴിഞ്ഞല്ലോ. ഉല്ലാസ് ചെമ്പനും ചെമ്പനും അല്ല, എനിക്ക് തോന്നിയത് മൈ ബ്രദേഴ്സ് അതില് അത് ഈ ഡിസ്കോക്ക് മുമ്പേ തന്നെ ആ റിലേഷൻ ഉണ്ട് എന്നുള്ളതാണ്. ചെമ്മൻചേട്ടൻ ഞാൻ ഒരേ സൊസൈറ്റി സ്ഥലത്ത് താമസിക്കുന്നത്. അപ്പൊ ഞങ്ങൾ മീറ്റ് ചെയ്യാറുണ്ട്, കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. പക്ഷെ ഉല്ലാസേട്ടൻ എന്നെ മുമ്പും പല സ്ഥലത്ത് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, അതെനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ചേട്ടന്റെ മനസ്സിൽ എവിടെയോ അങ്ങനെ എനിക്ക് ഒരു ക്യാരക്ടർ തരണം എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ആക്ച്വലി കുറച്ച് കാലമായിട്ട്. അത് ഞാൻ പിന്നെ ചോദിച്ചപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. കാരണം ഞാൻ ഇട്ട ഷർട്ടിന്റെ കളർ ഒരു ചേട്ടൻ പറയാറുണ്ട്, നീ അന്ന് ആ ഷർട്ട് ഇട്ടിട്ടില്ല, അന്ന് ഞാൻ നിന്നെ നോട്ടീസ് ചെയ്തു, നിന്നെ വെച്ച് എന്താ അങ്ങനത്തെ ഒരു പരിപാടി പ്ലാൻ ചെയ്യാതെ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു ക്യാരക്ടർ നിനക്ക് വരാത്തേന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടെന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. അപ്പോ അന്നേ ചേട്ടൻ എന്നെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോ ഞങ്ങള് പരിചയപ്പെട്ട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആ റിലേഷൻ വളർന്നു. ചേട്ടന്റെ കൈൻഡ് ഓഫ് ഫിലിംസ് അഞ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ വിളിച്ചു ചേട്ടനെ അഗെയിൻ. ഞാൻ ചെമ്മൻചേട്ടൻ്റെ ഞാൻ നമ്പർ എടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഉല്ലാസേട്ടനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ സിനിമ കണ്ടു, നന്നായിട്ടുണ്ട്, എനിക്ക് ചേട്ടനോട് വർക്ക് ചെയ്യണമെന്നുണ്ട്, എപ്പോഴെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ എനി ടൈം പ്ലീസ് കോൾ മീ എന്ന് പറഞ്ഞു. എന്തായാലും വിളിക്കാടാന്ന് പറഞ്ഞു. പക്ഷെ അടുത്ത സിനിമയിൽ വിളിക്കുന്ന ഞാൻ വിചാരിച്ചില്ല, പക്ഷെ വിളിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ ഈ ചെമ്പന്റെയിലും അല്ലെങ്കിൽ ഉല്ലാസിന്റെ ഒരു ഹ്യൂമർ സെൻസ് കൂടി ഉണ്ടല്ലോ. അതായത് അവർ ഓരോ കഥ പറയുമ്പോൾ അവരുടെ ജീവിതത്തിലെ ഓരോ കഥകൾ പറയുമ്പോൾ അവർ മോണാക്ട് പോലെ തന്നെയാണ് പറയുക. പലതും നമുക്ക് ഇവിടെ ഇൻ ക്യാമറ പറയാൻ പറ്റില്ല, എന്നാലും അതിനകത്തൊരു വല്ലാത്തൊരു ഹ്യൂമർ ഉണ്ടാവും. ചിലപ്പോൾ ഒരു ഡാർക്ക് ഏരിയ ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും ഒരാളുടെ വേദനയോ നാണംകെടലൊക്കെ ആയിരിക്കും. പക്ഷെ ഇവരത് പറഞ്ഞ് വലിപ്പിക്കുന്ന ഒരു വിധം ഭയങ്കര ഗംഭീരമായിരിക്കും. അല്ലെങ്കിൽ അങ്കമാലിയിലെ ഒരു റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിന്റെ അടുത്ത് പറയുന്നതായാലും ഇപ്പൊ എത്രമാത്രം അവരുടെ ഒരു മീറ്റർ മനസ്സിലായിട്ടുണ്ട്, അവരിങ്ങനെ ഒരു കാര്യങ്ങൾ എടുക്കുക. 100%. കാരണം അവരുടെ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ്. നമുക്ക് ചിലപ്പോൾ ആദ്യം നമ്മൾ കേൾക്കുമ്പോൾ നമുക്കൊന്നേ എന്ന് തോന്നുമായിരിക്കും. അത് ഓരോ വ്യക്തികളനുസരിച്ച് ഇരിക്കും. ഇപ്പൊ എന്റെ അടുത്തൊന്നും എനിക്ക് ഒരിക്കലും എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സോപ്പിട്ട് സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരായിട്ട് ഞാൻ വളരെ പൊതുവെ കുറവാ കണക്ട് ആവല്. ചേട്ടനൊക്കെ ഭയങ്കര റോ ആണ്. അത് 100 പേരിനെങ്കിലും ചിലപ്പോൾ ചീത്ത പറയുന്ന സിറ്റുവേഷൻ അവിടെ ചീത്ത പറഞ്ഞിരിക്കും. അല്ലാതെ ഇവിടെ വെച്ച് പറയണോ അങ്ങനെ, അത് ഷൂട്ടിങ്ങിൽ ഉണ്ടാവാറുണ്ട്. എനിക്ക് അങ്ങനെയുള്ള ആളുകളോടാണ് ഞാൻ കൂടുതൽ കണക്ട് ആവാറ്. എനിക്ക് ആ ജെന്യൂനിറ്റി എനിക്ക് വേറെ നിർബന്ധമാണ്. അല്ലാതെ ഒരു ഫേക്ക് ചെയ്തിട്ട് പറയുമ്പോൾ എനിക്കത് അങ്ങോട്ട് വർക്ക് ആവില്ല. അപ്പൊ ആദ്യം ചിലപ്പോൾ നമുക്കൊന്ന് തോന്നും എന്ന് തോന്നിയെങ്കിലും ഒരു സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അത് ശരിയായിരുന്നു, ഈ കാര്യത്തിന് അങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്. അല്ലാതെ അതിനെ വേറൊരു കാര്യത്തിന്റെ മറവിൽ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അത് അവര് ഭയങ്കര റൂട്ടഡ് ആയിട്ട് സംസാരിക്കുന്ന ആളുകളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് രണ്ടുപേരും. പിന്നെ അവരുടെ സെൻസ് ഓഫ് ഹ്യൂമർ ബ്രോ നേരത്തെ പറഞ്ഞ മാതിരി അതൊരു രക്ഷയില്ല. അത് ഉല്ലാസേട്ടനാണെങ്കിലും അത്രയും ഉല്ലാസേട്ടൻ അധികം ഇന്റർവ്യൂസിലോ അങ്ങനെ ഒന്ന് കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാ. അതർവൈസ് പുള്ളിയുടെ സെൻസ് ഓഫ് ഹ്യൂമർ വേറെ ലെവലിലാണ്. അപ്പോ ഞാൻ അങ്ങനത്തെ രണ്ട് ബ്രദേഴ്സ് ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. സോ ദാറ്റ്സ് റിയലി. ഈ ആനന്ദൻ കടലി സുനിൽ എന്നുള്ള ആക്ടറായിട്ടുള്ള കോമ്പിനേഷൻ ഉണ്ടല്ലോ, അദ്ദേഹം ഒരു ക്യാരക്ടറിനെ ക്യാരി ചെയ്യണതായാലും അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പം ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആര് ഇൻവോൾവ് ആയിട്ടുള്ള സീക്വൻസിൽ തൊട്ട് മുമ്പ് പുള്ളിയുടെ ഒരു പ്ലേ ഒക്കെ ഉണ്ട്, ഭയങ്കര ഈ ഉന്മാദത്തിന്റെ അവസ്ഥയിൽ എന്നൊക്കെ പറയുന്ന ഒരു ഏരിയയില്. ഇപ്പൊ ക്രൂരതയ്ക്ക് പുള്ളി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു മീറ്ററും ഭയങ്കര രസമായിട്ടുള്ള ഒരു ഏരിയയില് പുള്ളിയായിട്ടുള്ള അസോസിയേഷൻ അല്ലെങ്കിൽ പുള്ളിയായിട്ടുള്ള സംസാരത്തില് ആസ് എൻ ആക്ടർ സുനിലിനെ എങ്ങനെയാ മനസ്സിലാക്കിയിട്ടുള്ളത്? സുനിൽ സാർ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ടറാണ് തെലുഗില്. നമുക്ക് അദ്ദേഹത്തിന് ഇപ്പോ പുഷ്പ തൊട്ട് അറിയുന്നുണ്ടാവുള്ളൂ പൊതുവെ മലയാളികൾക്ക്. പക്ഷെ രാജമൗലി ഡയറക്ട് ചെയ്ത സിനിമയിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള, പണ്ട് 6 പാക്ക് ബോഡി ഉണ്ടായിരുന്ന, ഹീറോ ആയിട്ട് സിനിമകൾ ചെയ്തിട്ടുള്ള, ഗംഭീരമായി ഡാൻസ് കളിക്കുന്ന ഒരു ആക്ടറാണ് സുനിൽ സർ. അപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയും ഷെയ്ഡുകൾ തന്നെ ഒരു ഹീറോയ്ക്ക് വേണ്ട എല്ലാ എലമെന്റ്സും അതിൽ വന്നിട്ടുണ്ട്. പുള്ളിയോടെ ഹീറോ ആയിട്ട് പടങ്ങൾ ചെയ്തിട്ടുമുണ്ട്. നമ്മുടെ 2 കൺട്രീസിനെ റീമേക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒറിജിനൽ വേർഷൻ ദിലീപേന്റെ ക്യാരക്ടർ സുനിൽ സാറാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു റേഞ്ച് ഉള്ള ഒരു ആക്ടറാണ് പുള്ളി. ആൻഡ് മോർ ഓവർ ദാറ്റ് ഇൻ റിയൽ ലൈഫ് ഭയങ്കര
ഫണ്ണി ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്. അപ്പോൾ ബ്രോ പറഞ്ഞ ആ സീക്വൻസ് ഒക്കെ പുള്ളിക്ക് ഭയങ്കര ഈസിയാ. അതൊന്നും ഒക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ ഒറ്റയടിക്ക് ചെയ്യുന്ന ഒരാളാണ് സുനിൽ സാർ. സുനിൽ സാറിന് അങ്ങനെ ഭയങ്കര പ്രിപ്പറേഷനോ അല്ലെങ്കിൽ അതിന്റെ ഒരു ആവശ്യമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു പുഷ്പ എന്ന് പറയുന്ന സിനിമയിൽ സുകുമാർ സാർ പുള്ളിയെ പ്രസന്റ് ചെയ്ത രീതി ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ്. മംഗളം സീൻ എന്നുള്ള ക്യാരക്ടർ പുള്ളി ചെയ്തതിൽ പിന്നെ പുള്ളിയുടെ കണ്ണുകൾ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരു ഇതാണ്. അവിടെ നിന്ന് അങ്ങോട്ട് അതിനു മുമ്പും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതാണ് നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങനത്തെ ഒരു ഷെയ്ഡ് പുള്ളിയുടെ കണക്ട് ആയിട്ടുള്ളത്. പക്ഷെ സുനിൽ സാറിന്റെ ഫൺ സൈഡും ഗംഭീരമാണ്. ഇപ്പൊ ആസ് എ സിനിഫൈൽ ദേവ് മോഹൻ എങ്ങനെയാണ്? ഒരു ദിവസം ഫ്രീ ആണ്, എന്നാൽ ഇത്ര സിനിമകൾ കണ്ടേക്കാം. ഇപ്പൊ ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഇൻസെന്റീവ്സ് അല്ലെങ്കിൽ മിഡ് സോമർ ഒക്കെ പോലത്തെ സിനിമകൾ ഇറക്കിയ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്, A24. അവരുടെ പടങ്ങൾക്കൊക്കെ അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. ഇപ്പൊ ബാക്ക് റൂംസ് എന്ന് പറഞ്ഞപ്പോ ഓടിക്കൊണ്ടിരിക്കുന്ന പടമൊക്കെ അവരുടെ. അപ്പൊ ആ പ്രൊഡക്ഷൻ ഹൗസിൽ പോയിട്ട് ആ പടങ്ങളൊക്കെയും പോയി ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ പ്ലാറ്റ്ഫോമിൽ പോയി കാണുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. ദേവമോഹൻ അങ്ങനെ ഒരു ഡേ സിനിമ കാണാൻ വേണ്ടി മാത്രം ഉപയോഗിക്കണേ, അതെങ്ങനെയായിരിക്കും? അല്ല, ഞാൻ എല്ലാ ദിവസവും ഓരോ സിനിമ കാണാൻ ശ്രമിക്കും മാക്സിമം. എല്ലാ ദിവസവും. ഇപ്പോ ഉല്ലാസമനെ പരിചയപ്പെടുന്നതിന് തൊട്ട് മുമ്പ് വരെ ഞാൻ റാൻഡം ആയിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ ഈ അടുത്ത് പരിചയപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ സിനിമ കാണുന്ന ഒരാളാണ് ഉല്ലാസേട്ടൻ. അതായത് ഇവിടെ ഇറങ്ങുന്ന ഇവിടെ റിലീസ് ആവുന്ന എല്ലാ സിനിമയും കാണുന്ന ഒരാളാണ് തിയേറ്ററിൽ. അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്കറിയില്ല, അത് ഒരു സിനിമ കാണുക മാത്രമല്ല, ആ സിനിമയുടെ ഡയറക്ടർ ആരാണ്, മ്യൂസിക് ആരാണ്, എഡിറ്റർ ആണ്, ഇതെല്ലാം ഓർത്ത് വയ്ക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്ന ഡയറക്ടർ ഇന്ന പടത്തിൽ അങ്ങനെ കണക്ട് ചെയ്ത് പറയുന്ന ആളുകളുണ്ട്. അതിലൊരാളാണ്. അപ്പൊ ഞാൻ തോന്നിയത് ഞാൻ പടം കണ്ടു കഴിഞ്ഞിട്ട് പടം ഓർമ്മയുണ്ട്, ഡയറക്ടർ ഓർമ്മയുണ്ടായിരിക്കും, അതിനപ്പുറത്തേക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ അതൊരു ഭീകരമായിട്ടുള്ള ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്നും ചേട്ടൻ്റെ അടുത്ത് മെസ്സേജ് അയക്കും. അപ്പൊ ചേട്ടൻ ഇങ്ങോട്ട് പടങ്ങൾ സജസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ കുറെ പടങ്ങൾ പുള്ളി ഇങ്ങനെ പറയും, എടാ ആ പടത്തിൽ ഇങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ വേഗം തന്നെ ആ പടത്തിന്റെ പേരടിച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കും. അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് സ്ക്രീൻഷോട്ട്സ് ഫോണിലുണ്ട്, ആ പടത്തിന്റെ പോസ്റ്ററിന്റെ സ്ക്രീൻഷോട്ട്സ്. അപ്പൊ ഞാൻ ഇതെല്ലാം എടുത്ത് കാണലാണ് പരിപാടി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അതെടുത്തിട്ട് ചർച്ച ചെയ്യും. അപ്പോ അങ്ങനെ നടന്ന ഒരു പടം പറയാം. ഉല്ലാസനാണ് എന്റെ അടുത്ത് ടോക്ക് ടു മീ ഒക്കെ പറഞ്ഞു, A24 ടോക്ക് ടു മീ പറഞ്ഞത്. അപ്പൊ എന്റെ അടുത്ത് തോന്നി ചെറിയ പരിപാടി നീ കണ്ടു നോക്ക് എന്ന് പറഞ്ഞതാണെങ്കിലും പിന്നെ ചില സിനിമകള് ഇപ്പൊ ഒബ്സെഷൻ, ഒരു എല്ലാ സിനിമയ്ക്കും ഞങ്ങൾ ഒരുമിച്ചാ പോവാറ്. ഇപ്പോ എൻക്ലോഷർ ഡേ, അതൊക്കെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ. ഡിസ്ക്ലോഷർ ഡേ, അതെല്ലാം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ ഞങ്ങള് പോയി കണ്ടിട്ടുള്ളതാണ്. ഒബ്സെഷൻ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ അതിനെ പറ്റി സംസാരിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഇതിപ്പോ ഇങ്ങനത്തെ ഒരു പരിപാടി. അത് ഞാൻ 2 പ്രാവശ്യം സിനിമ കണ്ടു. ആദ്യത്തെ പ്രാവശ്യം കണ്ടു, അപ്പൊ എനിക്ക് ഇതെങ്ങനെ ഇത്രയും വേൾഡ് വൈഡ് 2000 ക്രോസോ മറ്റോ ആയിട്ടുണ്ട്. പക്ഷെ അതൊരു അതെ, പക്ഷെ ഒരു സെക്കൻഡ് വാച്ചിൽ അതിലെ കൂടുതൽ ലേയേഴ്സിലേക്ക് പോകാൻ പറ്റുന്നുണ്ട്. ആക്ച്വലി എനിക്ക് അങ്ങനെയായിരുന്നു. ഞാൻ ഫസ്റ്റ് വാച്ചിനേക്കാളും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടായിരുന്നു ഞാൻ സെക്കൻഡ് വാച്ച് ആ സിനിമ കണ്ടത്. എന്നിട്ട് ഞാൻ അതിനെ പറ്റി സംസാരിച്ചു. കാരണം ഇവർക്കൊരു പൂച്ചയുടെ ഒരു ആ കാര്യങ്ങളും പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടത്തെ വേർഷനിൽ കുറെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അതിനെ പറ്റിയൊക്കെ സംസാരിച്ചു. ഉണ്ട്, വേറെയും കുറച്ച് സീക്വൻസുകൾ ഉണ്ട്, അത് കട്ട് ചെയ്തിട്ടാണ് ഇന്ത്യയിലത്തെ വേർഷൻ വന്നിട്ടുള്ളത്. കാരണം ഉല്ലാസേട്ടൻ ഓസ്ട്രേലിയയിലാണ് താമസിക്കുന്നത്. അപ്പൊ അവിടുത്തെ വേർഷനിൽ അതിന്റെ ഒരു ഫുൾ വേർഷനാണ് കിടക്കുന്നത്. അപ്പൊ അവിടെ ഉള്ളവർ പറഞ്ഞു അങ്ങനെ ഇനിയും സീക്വൻസുകൾ അതിലുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ അതിനെ പറ്റിയൊക്കെ സംസാരിച്ചിരുന്നു. അപ്പൊ അങ്ങനത്തെ കഥകൾ കാണുമ്പോൾ ബേസിക്കലി റൈറ്റിംഗ് തന്നെയാണ് ഇമ്പോർട്ടന്റ്. ഒബ്സഷൻ പോലത്തെ ഒരു കഥ കിട്ടുകയാണ്. അതായത് ബേസിക്കലി അത് 2 ക്യാരക്ടേഴ്സും ഒരു വീടും ഒരു മ്യൂസിക്കൽ ഷോപ്പ് മാത്രമല്ലേ ഉള്ളൂ പ്രധാനമായിട്ടുള്ളത്, പിന്നെ ഒരു കാറും. അത് മാത്രം വെച്ചിട്ട് ബേസിക് പടത്തിന്റെ ബേസിക് കളിക്കുന്ന റൈറ്റിംഗിൽ തന്നെയാണ്. ഒബ്സഷൻ പോലത്തെ കാര്യങ്ങൾ സാധ്യമാണ് ഇവിടെയും. അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു പടം കണ്ട 100% റൈറ്റിംഗിലാണ് ഒരു സിനിമ ജനിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാനിപ്പോ കുറെ ന്യൂ കമേഴ്സിന്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കുറവ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് റൈറ്റിംഗിലാണ്. നമ്മൾ ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് റൈറ്റിംഗിലാണ്. ഇപ്പോ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഇതായിരിക്കും, കുറച്ച് സിനിമയൊക്കെ ചെയ്തൊരു കുറച്ചും കൂടെ ബെറ്റർ ഇതിലേക്ക് വരികയാണെങ്കിൽ അങ്ങനെ ഒരു സ്പേസ് എപ്പോഴും ഉണ്ടായിരിക്കണം. റൈറ്റേഴ്സിന് ആർക്കും നമുക്ക് അവർക്ക് വന്നിരുന്ന് എഴുതാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. കുറച്ചും കൂടെ ഫിനാൻഷ്യലി ബെറ്റർ ആയിരുന്ന ഒരു സ്പേസിൽ. കാരണം എനിക്ക് തോന്നുന്നത് കുറേ യങ്സ്റ്റേഴ്സ് അവർക്ക് ചില വീട്ടിലിരുന്ന് എഴുതാൻ പറ്റിക്കൊള്ളുന്നില്ല. നമ്മുടെ എല്ലാവരും വീട്ടിൽ അങ്ങനത്തെ ഒരു പീസ് ഓഫ് മൈൻഡോ അല്ലെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളുന്ന ഒരു നിർബന്ധവും ഇല്ല.
സോ അങ്ങനെയുള്ള കുറച്ച് പേർക്ക് വന്നിരുന്ന് എഴുതാനും അത് എനിക്ക് വേണ്ടി തന്നെ എഴുതിക്കോളുന്ന ഒരു നിർബന്ധമില്ല. ഉം, അവരുടെ ക്രിയേറ്റിവിറ്റിയെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റുന്നൊരു സ്പേസ് എന്നുള്ളത് ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം നമ്മൾ ഒരിക്കലും അതിലല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കുറവാണ്. ചെയ്യുന്നില്ല എന്നല്ല. പക്ഷെ കമ്പാരിറ്റീവ്ലി ഒരു സിനിമയുടെ ബഡ്ജറ്റ് 10 കോടി രൂപയാണെങ്കിൽ 10 കോടി രൂപയുടെ 1% എങ്കിലും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ആ പ്രോസസ്സ് സംഭവിക്കാനായിട്ട് അല്ലേ? അതുമ്മയാണല്ലോ നമ്മൾ ഈ പറയുന്ന എല്ലാം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഇൻവോൾവ്മെന്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്ക് സംശയമാണ്. അതുണ്ടായാൽ കുറച്ചും കൂടെ നല്ല, കാരണം നമുക്ക് നല്ല റൈറ്റേഴ്സ് നമുക്ക് ഇവിടെ ഉണ്ട് മറ്റേത് ഇൻഡസ്ട്രിയേക്കാളും. അപ്പൊ അത് മാക്സിമം ഫ്ലറിഷ് ചെയ്യിക്കാനായിട്ട് അവർക്കുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളതായിരിക്കണം നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ അടുത്ത് കണ്ടതിൽ ഏറ്റവും മികച്ച സ്ക്രിപ്റ്റ് ആയി തോന്നിയത് ഏതാണ്? ഒരു വെൽ റിട്ടൺ സിനിമ എന്നുള്ള രീതിയിൽ തോന്നിയത്? ഞാൻ ഈ അടുത്ത് കണ്ടതിൽ ഏറ്റവും ഞാൻ എൻജോയ് ചെയ്ത സിനിമ ബാലൻ തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ബാലനാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സിനിമ. അത് ഒരു സിനിമ പീക്ക് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, സിനിമാറ്റോഗ്രഫി കൊണ്ടും മ്യൂസിക് കൊണ്ടും സ്റ്റോറി ടെല്ലിംഗ് കൊണ്ടും പെർഫോമൻസ് കൊണ്ടും പീക്ക് ചെയ്ത ഒരു സിനിമയാണ്. ഈ അടുത്ത് കണ്ടതിൽ എനിക്ക് തോന്നിയ ബാലനാണ്. അങ്ങനെ ഒരു ഗോ ടു സിനിമയുണ്ടോ? ലൈക്ക് എനി ടൈം വാച്ച് ചെയ്യുന്ന. ഞാൻ കുറച്ചും കൂടെ അങ്ങനെ ആക്ഷൻ സിനിമകളെ എനിക്ക് ഇഷ്ടം. അങ്ങനെ എപ്പോഴും പോയി കാണുന്ന ആക്ഷൻ സിനിമ ഏതാ? എനിക്ക് ഈ ഓൾഡ് ബോയ് എന്ന് പറഞ്ഞൊരു പടം, ഓൾഡ് ബോയ് ഉണ്ട്. അതിനകത്ത് ഈ ഒരു സിംഗിൾ ഷോട്ട് ഉണ്ട്, ഒരു സൈഡിൽ നിന്ന് ഫൈറ്റ് തുടങ്ങി കോറിഡോർ ഫൈറ്റ്. അത് ഞാൻ ഇടയ്ക്ക് പോയി കാണാറുണ്ട്. അത് ഭയങ്കര രസമാണ് അത് കണ്ടിരിക്കാൻ. ഒരു സൈഡിൽ നിന്ന് തുടങ്ങി മറ്റേ സൈഡിൽ നിന്ന് എൻഡ് ചെയ്യുന്നു. അങ്ങനെ പോയി കാണുന്ന ഞാൻ ജോൺ വിക്കിന്റെ മാഡ് മാക്സ് എനിക്ക് ഇഷ്ടമാണ്. അല്ല ഞാൻ അങ്ങനെയൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ മാഡ് മാക്സിന്റെ മ്യൂസിക്കും അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര വർക്കാണ്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ സിനിമകൾ ഇഷ്ടം. കൂടുതലും ഞാൻ അങ്ങനെ കാണുന്ന അതായിരിക്കും. ഒരു അഡ്രിനാലിൻ റഷിന് വേണ്ടിയിട്ട് ആക്ഷൻ. മലയാളത്തിൽ അങ്ങനെ കാണുന്ന ഒരു ആക്ഷൻ സിനിമയുണ്ടോ? മലയാളത്തിൽ ഇപ്പൊ ഈ അടുത്ത് ഒരുപാട് സിനിമ, അജയചന്ദ്രൻ അങ്ങനത്തെ ഒരു രസമുള്ള സിനിമയാണ്, RDX അങ്ങനത്തെ ഒരു സിനിമയാണ്. പക്ഷെ എനി ടൈം ഞാൻ എപ്പോഴും എനിക്ക് സ്ഫടികത്തിനോട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് അതിൽ ലാലേട്ടൻ ചാടി ഇറങ്ങുമ്പോൾ ഒരു മ്യൂസിക്കും അല്ലെങ്കിൽ അവിടുത്തെ ഒരു അതിന്റെ ആക്ഷൻ ഒരു വേറൊരു ഫീല്, കൊറിയോഗ്രാഫി ഭയങ്കര റോയാ, നല്ല ഇട്ടി ഫീൽ ചെയ്യും നമുക്ക്. അപ്പൊ എനിക്ക് അതിന് ഇട്ടി ഫീൽ ചെയ്യുന്ന സിനിമകൾ എനിക്ക് ഇഷ്ടമാണ്. ഡെഫിനറ്റ്ലി അങ്ങനെ ഇടിക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് സിനിമകൾ, വളരെ റോ ആയിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സിനിമകൾ. ഇപ്പം നമ്മൾ ഫ്യൂരിയസ് എന്ന് പറഞ്ഞപ്പോ ഒരു ഇടിപ്പടം ഇറങ്ങിയിട്ടുണ്ട്. അത് വളരെ ഗ്രൗണ്ടഡ് ആയിട്ടാണ് അല്ലെ ആക്ഷൻ. ആരും പറക്കുന്നില്ല, എന്നാൽ ഭയങ്കര രസമായിട്ടാണ്. ആ സിനിമയിൽ ബേസിക് ഇമോഷൻ ആണല്ലോ, തട്ടിക്കൊണ്ടുപോകുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ അതിലിപ്പോ ആ ഒരു ഫസ്റ്റ് ആ ട്രക്കിലേക്ക് കയറ്റുന്ന സീക്വൻസ് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഭയങ്കര രസമായിട്ടാണ്. നമ്മളെ ഒരിക്കലും കൊറിയോഗ്രാഫി ചെയ്ത പോലെ തോന്നുന്നില്ല. നമ്മൾ ഒട്ടും പ്രിപ്പയർഡ് അല്ല സീനിന് വേണ്ടിയിട്ട്. അല്ല, മാത്രമല്ല അതിലെ ആക്ടേഴ്സിന്റെ പെർഫോമൻസും ഒട്ടും കൊറിയോഗ്രാഫ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. ആൻഡ് ഓഫ് കോഴ്സ് ക്ലൈമാക്സും. പിന്നെ ഒരു കാര്യം, അവരെല്ലാരും അത്രയും ട്രെയിൻഡ് ആണ്, അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഒറ്റ ദിവസം പോയിട്ട് നമുക്കത് അതിലേക്ക് ചാടാൻ പറ്റില്ല. അവര് അങ്ങനെ ട്രെയിൻഡ് ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇരുന്ന സിനിമ ഫ്യൂരിയസ് കാണും. ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട് ഒക്കെ ഉള്ള. അതെ അതെ, അതിൽ മറ്റേ ഈ ടിപ്പിക്കൽ കയർമ കെട്ടി വലിക്കുന്ന പരിപാടി ഒന്നും ഇല്ലല്ലോ. അപ്പൊ ആക്ഷൻ സിനിമകളിലേക്ക് കൂടി കുറച്ചുകൂടി ശ്രദ്ധ പതിപ്പിക്കട്ടെ. എനിക്ക് ഇഷ്ടമുള്ള ജോണറാണ്. അപ്പോ ഡിസ്കോയ്ക്കും ഈ പറഞ്ഞ പോലെ വലിയ വിജയം ഉണ്ടാവട്ടെ. അനന്തങ്കാട് കുറേം കൂടി ആളുകൾ കാണേണ്ട സിനിമയാണ്. അതിനെന്തുകൊണ്ടോ അത്രയും ഒരു പുള്ള് കിട്ടുന്നില്ല. അതിന്റെ ക്വാളിറ്റി എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് പേര് അതിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഓരോ ദിവസവും കാണുന്ന ആളുകളുടെ എണ്ണം ഒരുപാട് കൂടുന്നുണ്ട്. പക്ഷെ കുറച്ചും കൂടെ ആളുകൾ കണ്ടാൽ നന്നായിരിക്കും. കുറച്ചുകൂടി ആളുകൾ കാണട്ടെ. നേരത്തെ ഒരുപാട് നന്ദി, നമസ്കാരം. താങ്ക് യു.